പ്രസവിച്ചതില്ലേ? പ്രസവിച്ചതാണെന്നാണല്ലോ ചരിത്രം. അല്ലെ, ഛർദിച്ചതല്ലല്ലോ. അയ്യപ്പന് എം മണിയെ ശ്രീ പ്രസവിച്ചതല്ല, അമ്മ പ്രസവിച്ചതാ. ഈ രാജ്യത്ത് എല്ലാവരും ജനിച്ചത് അങ്ങനെയാണ്. അച്ഛനും അമ്മയും ഇടചേർന്ന് അമ്മമാര് പ്രസവിച്ച് ഉണ്ടായതാ. അയ്യപ്പനും അങ്ങനെ ഉണ്ടായത്. പിന്നെ സ്ത്രീയെ നിരോധിക്കുന്നതിൽ എന്താ കാര്യം? എനിക്ക് എന്റെ യുക്തി മനസ്സിലായില്ല. എല്ലാ കാര്യത്തിനും സ്ത്രീ വേണം. പിന്നെ എന്തിന്? എന്റെ ചിന്തയല്ല, സാമാന്യ തത്വം വേണം. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ത്രീയെ നിരോധിക്കേണ്ട കാര്യമുണ്ട്. സുഹൃത്തുക്കളെ, എം മണി എന്ന് പറയുന്ന ആ ഒരു നേതാവിന്റെ ഒരു അഭിപ്രായമാണ്. ഇപ്പൊ ഇതിനെതിരെ എല്ലാവരും കച്ചകെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇതിനെതിരൊക്കെ നടക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് വേറെ ചില ആളുകളുടെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോട്ടോ. ഒരാളെന്ന് പറയുന്നത് വിദ്യാസാഗർ ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം പലപ്പോഴും ഈ അയ്യപ്പനെ കുറിച്ചും മറ്റൊക്കെ നന്നായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാൻ വാക്കുകൾ കേൾക്കണം. 18 പടി എന്ന് പറയുന്നത് 18 മലയായിക്കണമെന്നില്ല. ഈ 18 സിദ്ധന്മാരും ആവാലോ. കുറച്ചകത്ത് കാട്ടുതേൻ ശേഖരിച്ച് അവരുടെ കിരാതമൂർത്തി കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ ഏത് മൂർത്തിയാണ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളത് നമ്മൾ ഇനിയും ആദിവാസി വിഭാഗങ്ങളുടെ വാക്കുകൾ കേൾക്കണം. അവരെ എം മണി സാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾ അവിടേക്ക് എൻട്രി ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. എം മണി പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ച ഒരാളുണ്ട്, അത് ശശികല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ്. അവർക്ക് ഇത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ വായിൽ നിന്ന് ഒന്നും പറയിപ്പിക്കേണ്ട, ഞാൻ നിങ്ങളെ ഒന്ന് തല്ലും എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ശശികല ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എം മണിയെ തല്ലാൻ പറ്റുമോ, എം മണിയെ തല്ലിയിട്ട് കൃത്യമായിട്ടും വീട്ടിലേക്ക് വന്ന് കയറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേറൊരു ചർച്ചാ വിഷയം മാത്രമാണ്. അതവിടെ കെടുക്കട്ടെ. ഇവിടെ ആ ഒരു സംഗതിയുടെ ഏറ്റവും പ്രധാനമായിട്ട് എം മണി പറയുന്നത്, നമ്മളെല്ലാവരും അമ്മയുടെ മക്കളല്ലേ, അമ്മയിൽ നിന്ന് പെറുന്ന ജാതികളല്ല നമ്മളെല്ലാം. പിന്നെ എങ്ങനെയാണ് ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരാള് എങ്ങനെയാണ് നിഷേധിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റാത്ത ഒരാളായിട്ട് മാറ്റി നിർത്തപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ഇന്ത്യ എന്ന് പറയുന്നത് സ്ത്രീകളെ ഒരു പുണ്യമായിട്ട് കാണുകയും അവരെ പൂജിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമല്ലേ എന്നൊക്കെ രീതിയിലാണ് എം മണി സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിനി വിദ്യാസാഗർ ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരുപക്ഷെ ഏകദേശം ചില ആളുകളൊക്കെ അംഗീകരിക്കുകയും മറ്റും ചെയ്യുന്ന ആ ഒരു മനുഷ്യന്റെ വർത്തമാനത്തോടെ കിടക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് ശരിക്കും ഈ ഒരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ പൂജിക്കുന്ന ആളുകളുടേതൊന്നുമല്ല. സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷെ ആദിവാസി ഊരുകളുടെയും മറ്റുള്ള ആളുകളാവാം. അവർ കൂടി അഭിപ്രായം കൃത്യമായിട്ട് ചോദിക്കണം എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. കേട്ടോ, കേൾക്കുന്നില്ല, തെറ്റാണ്. അവരെ കേട്ടിട്ട് വേണം നമ്മൾ തീരുമാനം. അല്ലാതെ ഇവിടെ കുറെ സന്യാസിമാരും കുറെ പേര് ഇരുന്ന് പറഞ്ഞുകൊണ്ടെന്നാൽ ശരിയാവില്ല. അവിടെ പോയിട്ട് ആ വിഭാഗങ്ങളോട് സംസാരിക്കണം. ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന വിഭാഗങ്ങൾ അവർ ഇത് ശിവൻ തന്നെയാണ്, ശിവന്റെ കിരാതഭാവം. ശൈവ സിദ്ധ സമ്പ്രദായമായിട്ട് മനസ്സിലായിരിക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. കാരണം 18 പടി എന്ന് പറയുന്നത് 18 മലയായിക്കണമെന്നില്ല. കാരണം 18 മലയ്ക്കും പൂജ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 18 സിദ്ധന്മാരും ആവാലോ. അഗത്യർ, ചട്ടൈമാമുനി, ഗോരക്കർ, അച്ഛേന്ദ്രനാഥൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഗോരഖനാഥനാണ് ഈ ഗോരക്കം എന്ന് പറയുന്നത്. അപ്പൊ അതും അയ്യപ്പൻ ശരിക്കും സിദ്ധമൽ പുരുഷനാണ്. കാരണം അയ്യപ്പനിലാണ് അത് പണ്ട് കാലത്ത് സിദ്ധപരമ്പര ആയിക്കൊള്ളുന്നില്ല. അയ്യപ്പൻ എന്ന സിദ്ധൻ അവിടെ വന്ന് സിദ്ധി കൂടിയോണ്ടാണ് ആ പടി പൂജയും മറ്റൊക്കെ വരാനും കാരണം. കാരണം മുരുകനാണ് സിദ്ധസംഘത്തിന് നായകൻ. ദക്ഷിണേന്ത്യയിലെ മുരുകനാണ് സിദ്ധസംഘത്തിന് നായകൻ. മുരുകന്റെ ശിഷ്യന്മാരായിട്ടാണ് അഗത്യരടക്കമുള്ളവർ പറയുന്നത്. അഗത്യരാണ് ഇവരുടെയൊക്കെ ഗുരു. ആരുടെ? ഈ 18 സിദ്ധന്മാരുടെയും ഗുരു. തമിഴ് ഭാഷയുടെ ഗുരു, തോൽക്കാപ്പിയുടെ ഗുരുവാണ്. അപ്പോ ഈ ഒരു മനുഷ്യനേക്ക് പേഴ്സണൽ പരിചയമുള്ള ഒരാളാണ്. ഒരുപക്ഷെ ഈ വീഡിയോ വിദ്യാസാഗർ കാണുന്ന എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും എൻ്റെ ആശയവുമായിട്ട് ഒട്ടുമേ ചേർന്ന് നിൽക്കാത്ത ഒരു സുഹൃത്താണ് ഈ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്ന് പറഞ്ഞ ഒരാൾ. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ സൗഹൃദത്തിൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടത്. അതെന്തുകൊണ്ടാണ് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്തൊക്കെയാലും ഇദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ, ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മൾ കൂടുതൽ അർത്ഥവത്തായിട്ട് എടുക്കണ്ടേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു ക്ഷേത്രം തീർച്ചയായിട്ടും ആദിവാസി വിഭാഗത്തിൻ്റെതാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അവരുടെ അനുവാദം ചോദിക്കുന്നില്ല, അവരുടെ സമ്മതം ചോദിക്കുന്നില്ല, അവരുടെ അഭിപ്രായം ചോദിക്കുന്നില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ പുലിപ്പാൽ കൊണ്ടുവരാൻ പോയി എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ടല്ലോ. അത് പുലിപ്പാല് സിദ്ധ തന്നെ പുലിയായി വന്ന് വരികയും ശിഷ്യനെ തോളത്തേറ്റി കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്
പറയുന്നത്. അങ്ങനെ ഒരു സിദ്ധഭാഷ ഉണ്ട്. 18 പടിയും ഓരോ സിദ്ധനുള്ള പൂജയായിട്ടാണ് കണക്കാക്കുന്നത്. ആ തൊട്ട് വന്ദിച്ച് മാത്രം നമ്മൾ കയറുന്നത്. ഒരു പടിയിൽ അങ്ങനെയല്ല നമ്മൾ കയറുക, തൊട്ട് വന്ദിച്ചാ കയറുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭാഷ ഉണ്ട് അവിടെ. പക്ഷെ അതിനും അയ്യപ്പനോളമേ പഴക്കമുള്ളൂ. അയ്യപ്പൻ പിന്നോട്ടുള്ള കാലത്ത് അങ്ങനെയല്ല. അവിടെ ഈ മുളയ്ക്കകത്ത് കാട്ടുതേൻ ശേഖരിച്ച് അവരുടെ കിരാതമൂർത്തിക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ലാതെ നിർത്തലാക്കപ്പെട്ടു. അത് ഞാൻ പറഞ്ഞ ചരിത്രം കാലം ഓരോന്നിനെ സൃഷ്ടിച്ചു വിടും. ആചാരങ്ങളെയും വ്യക്തികളെയും കലകളെയും നമ്മുടെ പെർസ്പെക്റ്റീവ് ഓഫ് ദി വേൾഡ്, ലോകത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിനൊക്കെ രൂപപ്പെടുന്നത് കാലമാണ്. അത് കാലമാണോ അല്ലയോ എന്നതിനേക്കാൾ അപ്പുറത്ത് ഇദ്ദേഹം ലാസ്റ്റായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ആ ഒരു ശബരിമല ക്ഷേത്രത്തിലേക്ക് ഈ ആദിവാസി ഊരിൽ നിന്നും തേൻ കൊണ്ടുവരുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു, അതവിടെ നേദിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തലാക്കിയെന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ ഇങ്ങനെ നിർത്തലാക്കി അവിടേക്ക് പൂണൂലിട്ട ആളുകൾ കയറിയതാണെങ്കിലോ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാവേണ്ട ഒരു സംശയം എന്നാണ് എനിക്കതിനെ പറ്റി തോന്നിപ്പോകുന്നത് കേട്ടോ. എന്തായാലും അത് പലരും അതിനെ അംഗീകരിക്കുകയോ ഇല്ലയോ എന്നൊക്കെ സംഗതി അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് എം മണിയുടെ ഈ സംസാരത്തെ അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരാളെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആളുടെ പേര് ശശികല എന്നാണ്. ശശികല തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവര് എഴുതിയിരിക്കുന്നത് ശക്തമായിട്ടുള്ള ഭാഷയിലാണ്. മറ്റേ വർത്തമാനം പറഞ്ഞാൽ എന്നിട്ട് കുറെ ദേഷ്യം പിടിക്കുന്ന കുറെ സിമ്പിള്, ഇതുവരെ ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ 100 കണക്കിന് കേസുകൾ പ്രതിയായത്. ഇവരെന്തുകൊണ്ട് പ്രതിയാവുന്നില്ല? നമ്മുടെ സമൂഹത്തിന്റെ നല്ല നടപ്പ് ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് നശിപ്പിക്കുന്ന ഒരാളാണ് എനിക്ക് പലപ്പോഴും ഈ ഒരു സ്ത്രീയെ കുറിച്ച് തോന്നിയിട്ടുണ്ട്. ഞാൻ കാണുക പോലും ചെയ്യാത്ത തൊടുപുഴ ഏരിയ സെക്രട്ടറി അടിച്ച കേസിൽ ഞാൻ പ്രതിയാണ്. അതിന് ഇനി ചെയ്ത കുറ്റത്തിന് പ്രതിയാകാനും ഒരു മടിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എം മണിയെ പോയി പടയ്ക്കുമെന്നർത്ഥം. എം മണിയുടെ ചെപ്പയ്ക്കടിക്കാൻ ശശികല ടീച്ചർ യാത്ര തിരിക്കുന്നു എന്നർത്ഥം. സഖാവേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു അയ്യപ്പൻ വിഷയം ഒരാവശ്യമില്ലാതെ എം മണി എന്ന് പറയുന്ന ഈ ഒരു ആള് എടുത്തിട്ടു എന്ന് വെച്ചാൽ പറയാം. ഈ ഒരു നിമിഷത്തിൽ നിർത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടതാണ് എം മണി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ നാക്ക്. ആ നാക്ക് ഈ ഒരു ഇലക്ഷൻ സമയം കഴിയുന്ന ഒരു സമയം വരെയെങ്കിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ അത് LDF ഗുണം ചെയ്യുമെന്നാണ് എനിക്കും തോന്നിപ്പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.